നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ശേഷവും മാതൃകാ നേതാവായി കുമ്മനം രാജശേഖരൻ. തനിക്ക് കിട്ടിയ എല്ലാ പൊന്നാടകളും ഷാളുകളും തലയിണയുറയും ബാഗുകളായി നിർമ്മിച്ച് പരിസ്ഥിതി സൗഹാർദ്ദമായി നൽകാൻ ഒരുങ്ങി കുമ്മനം രാജശേഖരൻ. ഓരോ ചടങ്ങുകളിലും സമ്മാനമായി ലഭിച്ച ഷാളുകൾ സഞ്ചികളാക്കും. ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് ഗ്രോ ബാഗുകൾ നിർമ്മിക്കും. പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതിയിടുകയാണ് കുമ്മനം രാജശേഖരൻ. കുമ്മനത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: എന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഷാളുകളും തോർത്തും പൊന്നാടയും ഉൾപ്പെടെ 1,00,000-ൽ പരം തുണിത്തരങ്ങളാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. അവ മുഴുവൻ നഷ്ടപ്പെടാതെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇവയെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റി വീണ്ടും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പോൾ അവ തരംതിരിച്ചു വരികയാണ്. താമസിയാതെ തുണിസഞ്ചി, തലയിണ കവർ തുടങ്ങിയവ തയ്ക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. ഇലക്ഷൻ കാലത്ത് പ്രചരണാർത്ഥം വഴിയോരങ്ങളിൽ വെച്ചിരുന്ന ബോർഡുകൾ തിരിച്ചെടുത്ത് അവ ഗ്രോ ബാഗുകളാക്കാനുള്ള പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും പകരം പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ജീവിതശൈലി പ്രചരിപ്പിക്കുകയാണ് ഈ സംരംഭത്തിന്റെ ഉദ്ദേശം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമത്തിനെ കുറിച്ച് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ എന്തിന് തിരിഞ്ഞു നോക്കുകയോ പോലും ചെയ്യാത്ത സ്ഥാനാർത്ഥികളിൽ നിന്നും നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് കുമ്മനം രാജശേഖരൻ എന്ന ഈ നന്മമരം. ജനസമ്മതനായ ഒരു നേതാവിന്റെ പച്ചയായ ജനസേവനം തന്നെയാണ് ഇവിടെ വരച്ചു കാട്ടപ്പെടുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ ത്രികോണ മത്സരങ്ങളിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച കുമ്മനത്തിന്റെ വിജയസാധ്യത ഇന്ന് വരെ നടത്തിയിട്ടുള്ള എല്ലാ സർവേകളും വ്യക്തമാക്കിയിട്ടുണ്ട്. മിസോറാമിലെ ഗവർണർ പദവി രാജിവെച്ച് ജനസേവനത്തിനായി തെരഞ്ഞെടുപ്പിനായി എത്തിയ കുമ്മനം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യനായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും പൊതുജനങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണവും ക്ഷേമവും ലക്ഷ്യം വയ്ക്കുന്ന കുമ്മനം സമാനതകളില്ലാത്ത രാഷ്ട്രീയ നേതാവായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.